ആക്സിയം 4 ദൗത്യം ഇന്ത്യയെ സംബന്ധിച്ച് അത് മിഷൻ ആകാശ് ഗംഗയാണ്. അത് പൂർത്തിയാക്കി ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിക്കും. നാളെ അദ്ദേഹം ഭൂമിയിൽ തൊടും എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. അതായത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ തന്നെ അദ്ദേഹം ഭൂമിയിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇന്ന് ഇന്ത്യൻ സമയം ഏകദേശം 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇവരുടെ ബഹിരാകാശ പേടകം അൺഡോക്ക് ചെയ്യും. അതായത് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇവരുടെ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് ഭൂമിയിലേക്കുള്ള പ്രയാണം ആരംഭിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് നാളെ ഏകദേശം ഇന്ത്യൻ സമയം 3 മണിയോടുകൂടി കാലിഫോർണിയയുടെ തീരത്തെ ടെറാ ഫിർമ എന്ന് പറയുന്ന സ്ഥലത്ത് സ്പ്ലാഷ് ലാൻഡ് ചെയ്യാനാണ്. അതായത് സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ, അതായത് കടലിൽ വന്ന് പതിക്കുന്ന, പാരച്യൂട്ടിൽ വന്ന് കടലിൽ വന്ന് പതിക്കുന്ന രീതിയിലാണ് ഈ ബഹിരാകാശ പേടകത്തിൻ്റെ തിരിച്ചിറങ്ങൽ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ കാലിഫോർണിയയിലെ കാലാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഇക്കാര്യത്തിൽ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും. നിലവിലെ തീരുമാനം നാളെ ഉച്ചയ്ക്ക്, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3 മണിക്കാണ് ശുഭാൻശു ശുക്ലയെ അടങ്ങുന്ന 4-അംഗ സംഘം ഈ സ്പ്ലാഷ് ഡൗൺ നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ അദ്ദേഹം ഭൂമിയിലെത്തും എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമേറിയ, വളരെ അഭിമാനകരമായ സംഗതിയാണ് ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര. ഏതാണ്ട് 41 വർഷം മുൻപ് ഇന്ത്യയുടെ രാകേഷ് ശർമ്മ 1984 ബഹിരാകാശത്ത് പോയതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനു മുൻപുള്ള ഏക നേട്ടം. അന്ന് അദ്ദേഹം റഷ്യൻ നിർമ്മിത ബഹിരാകാശ നിലയത്തിലാണ് കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ശുഭാൻശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏതാണ്ട് 14 ദിവസത്തെ ദൗത്യത്തിനാണ് പോയതെങ്കിലും ഏതാണ്ട് 18 ദിവസത്തോളം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ വാസത്തിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയെത്തുന്നത്. നേരത്തെ രാകേഷ് ശർമ്മ 7 ദിവസമാണ് ബഹിരാകാശത്ത് ചിലവഴിച്ചതെങ്കിൽ ഇവിടെ ശുഭാൻശു ശുക്ല 18 ദിവസം ചിലവഴിച്ചു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ദൗത്യം പ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതായത് ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു സംഗതിയാണ്, വളരെ കഠിനമായ ദൗത്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ പദ്ധതിയുണ്ട്. അതായത് ഗഗൻയാൻ എന്ന് പറയുന്ന ഒരു ബഹിരാകാശ പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. ഇന്ത്യ അതിനുവേണ്ടി 4 ബഹിരാകാശ സഞ്ചാരികളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരാൾ കൂടിയാണ് ശുഭാൻശു ശുക്ല. അപ്പോൾ ഈ ബഹിരാകാശ ദൗത്യത്തിന് മുൻപായി ഇന്ത്യയുടെ, അതായത് ഇതിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് ശുഭാൻശു ശുക്ല. ഇദ്ദേഹമാണ് ഈ ബഹിരാകാശ പേടകത്തെ നിയന്ത്രിക്കുന്ന പൈലറ്റും ഇദ്ദേഹം കൂടിയാണ്. അതുകൊണ്ട് ശുഭാൻശു ശുക്ല ഈ ആക്സിയം 4 ദൗത്യത്തിൽ കൈവരിക്കുന്ന അനുഭവ സമ്പത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഗഗൻയാൻ ദൗത്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതാണ്ട് 33,000 കോടി രൂപ ചെലവഴിച്ചുള്ളതാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം. 2040 ഇപ്പോൾ ഗഗൻയാൻ ദൗത്യത്തിൽ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികളെ എത്തിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിലെ പദ്ധതിയെങ്കിൽ 2040 മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാനായിട്ടുള്ള വലിയ ബൃഹത്തായ പദ്ധതിയും ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോട് മുന്നോടിയായി ശുഭാൻശു ശുക്ല ഈ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക്, അതായത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ അകലെയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ദൂരത്തേക്ക് ശുഭാൻശു ശുക്ല പോയത്. അപ്പോൾ ആ അനുഭവ സമ്പത്ത് തീർച്ചയായും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഈ പണ്ട് ചിലർ ചോദിച്ചിരുന്നു, ഈ ആകാശത്തേക്ക് റോക്കറ്റ് അയച്ചതുകൊണ്ട് പട്ടിണി മാറുമോ എന്ന തരത്തിൽ ചില ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ന് എന്താണ് റോക്കറ്റ് സയൻസ് എന്നും എന്താണ് ബഹിരാകാശ പദ്ധതികളെന്നും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണ്. അതായത് കാലാവസ്ഥാ മുന്നറിയിപ്പടക്കം പ്രകൃതി ദുരന്തങ്ങളടക്കം മുൻകൂട്ടി പ്രവചിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പോലും, അതായത് ശത്രു രാജ്യങ്ങളുടെ സൈനിക വിന്യാസമടക്കം നിരീക്ഷിക്കാൻ പോലും നമുക്ക് ബഹിരാകാശ മേഖലയാണ് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഇന്നത്തെ കാലത്ത് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ശുഭാൻശു ശുക്ല ഈ 18 ദിവസം നീണ്ടുനിന്ന ബഹിരാകാശ നിലയവാസത്തിൽ നിർണായകമായ 7 ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് കൂടി കാരണക്കാരനായിട്ടുണ്ട്. ഏതാണ്ട് 60ഓളം ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് ഈ 4-അംഗ സംഘം
ബഹിരാകാശ നിലയത്തിൽ നിർവഹിച്ചതെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ലാബിൽ ആദ്യം എത്തുന്ന ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇദ്ദേഹം ഏതാണ്ട് 7ഓളം ദൗത്യങ്ങൾ പൂർത്തിയാക്കി. പ്രധാനമായും അദ്ദേഹം അവിടെ ചെയ്യാൻ പരീക്ഷിച്ച് നോക്കിയത് മനുഷ്യപേശികൾ ഏതൊക്കെ രീതിയിൽ ഈ ബഹിരാകാശ ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യപേശികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള പഠനം നടത്തി. പിന്നെ വിത്തുകൾ മുളയ്ക്കുന്നത്, അതായത് ചെടികളുടെ വിത്തുകൾ മുളയ്ക്കുക, അതിൻ്റെ വളർച്ച എങ്ങനെയാണ് ഈ ബഹിരാകാശ ആ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ മൈക്രോബിയൽ ജീവികളുടെ പെരുമാറ്റം, ചില ആൽഗകളും മറ്റും അദ്ദേഹം അവിടെ വളർത്തുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ബഹിരാകാശ നിലയത്തിൽ തന്നെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചേക്കുകയാണ്. ഈ ചില വിത്തുകളൊക്കെ അദ്ദേഹം മടക്കയാത്രയിൽ ഇങ്ങ് കൊണ്ടുവരുമെന്നും അറിയുന്നു. അപ്പോൾ ആ ബഹിരാകാശ സാഹചര്യത്തിൽ വളർന്ന വിത്തുകൾ അതിനെ വന്ന ജനിതകമായോ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അത് ഭൂമിയിലെ സാഹചര്യത്തിൽ ഏത് രീതിയിൽ അത് പ്രവർത്തിക്കും തുടങ്ങിയ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പല സംഗതികളുടെയും ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണ് അദ്ദേഹം അവിടെ പൂർത്തിയാക്കിയത്. ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് അദ്ദേഹം അവിടെ ഈ പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമായത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം നമ്മുടെ ISROയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരുടെ, അതായത് വൈദ്യസംഘത്തിൻ്റെ അടക്കം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ കഴിയുന്നത്. അതായത് ഈ മടക്കയാത്രയുടെ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളടക്കം അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇനി ഭൂമിയിലേക്ക് മടങ്ങി എത്തിയാൽ പോലും അദ്ദേഹം കുറച്ച് നാൾ ക്വാറന്റൈനിലായിരിക്കും. അതായത് ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കുറച്ചുകൂടി സാവകാശം അദ്ദേഹം വേണ്ടിവരും. അപ്പോൾ അങ്ങനെയുള്ള ക്വാറന്റൈനിലൊക്കെ ആയിരിക്കും അദ്ദേഹം ഉണ്ടാകുക. ഇനി ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഏറ്റവും സങ്കീർണവും ഏറ്റവും നിർണായകമായ ഘട്ടത്തിലായിരിക്കും തുടർന്നുള്ള മണിക്കൂറുകളിൽ ശുഭാൻഷു ശുക്ല അടങ്ങുന്ന, അതായത് പെഗി വിറ്റ്സൺ എന്ന് പറയുന്ന വനിതയാണ് ഇതിൻ്റെ കമാൻഡറായിട്ടുള്ളത്. അവർ മുൻ നാസ ബഹിരാകാശ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരു വനിതയാണ്. അതേപോലെ തന്നെ പോളണ്ടിൻ്റെ സൊലാവ്സ് ഉസ്നോവ്സ്കി എന്ന് പറയുന്ന ഒരാളും പിന്നെ ഹംഗറിയുടെ തിബോർ കപു, ഇത്രയും അടങ്ങുന്ന ഈ 4 അംഗ സംഘം മടങ്ങിയെത്തുന്നതാണ് ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഏറ്റവും അതിസങ്കീർണമായതും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ ദൗത്യം. കാരണം ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് ഈ ബഹിരാകാശ പേടകം പ്രവേശിക്കുമ്പോൾ അതിഭീകരമായ ചൂടായിരിക്കും ആ പേടകത്തിന് അനുഭവപ്പെടുക. ഏതാണ്ട് 3000 ഡിഗ്രി സെൽഷ്യസോളം ഭീകരമായ ചൂടായിരിക്കും അനുഭവപ്പെടുക. അപ്പോൾ ഈ ചൂടിനെ അതിജീവിക്കാൻ പര്യാപ്തമായ ആവരണം ആ ബഹിരാകാശ പേടകത്തിനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് സുരക്ഷിതമായി മടങ്ങിയെത്താൻ സാധിക്കുക. നമുക്ക് കൽപ്പന ചൗളയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്ങനെയാണ് കൽപ്പന ചൗള തിരിച്ച് ഭൂമിയിലേക്കുള്ള മടക്കയാത്രയിൽ ദാരുണമായി മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളത് നമുക്കറിയാവുന്ന സാഹചര്യമാണ്. അപ്പോൾ സമാനമായ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടമാണ് ഭൂമിയിലേക്കുള്ള മടങ്ങി വരവ്. അപ്പോൾ കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ പ്രോട്ടോക്കോളുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കും ഈ ബഹിരാകാശ പേടകം ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. അതായത് ഇന്ത്യൻ സമയം ഏതായാലും നാളെ 3 മണിക്ക്, അതായത് അമേരിക്കയിലെ കാലിഫോർണിയ തീരത്തായിരിക്കും സ്പ്ലാഷ് ഡൗൺ നടക്കുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമായിരിക്കും സംഭവിക്കുക. മറ്റെന്തെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി ശുഭാൻഷു ശുക്ല അടങ്ങുന്ന സംഘത്തിന് ഭൂമിയെ വലം വയ്ക്കേണ്ടി വരും.